കോട്ടയം നീർക്കാട് കുഞ്ഞുങ്ങളുമായി അമ്മ ആറ്റിൽ ചാടി മരിച്ച സംഭവത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റുമായി ഏറ്റുമാനൂർ SHO കുടുംബ പ്രശ്നങ്ങളായി എത്തുന്ന നൂറുകണക്കിന് പരാതികൾ പരിഹരിക്കാറുണ്ട്. ഒരു തവണയെങ്കിലും ഇവർ സ്റ്റേഷനിൽ എത്തിയിരുന്നുവെങ്കിൽ പ്രശ്നം പരിഹരിച്ചേനെ എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ്. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, ഇതിൽ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ്. കുടുംബാംഗങ്ങളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താൻ പോലീസ് തയ്യാറെടുക്കുകയാണ്. എന്താണ് SHO പറയുന്നത്? സാധാരണ ഇങ്ങനെ അന്വേഷണം നടക്കുമ്പോൾ ആ ഘട്ടത്തിൽ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റൊക്കെ ഇടുന്നത് നമ്മൾ കണ്ടിട്ടില്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടക്കുന്നത് അതൊരു പക്ഷേ ഒരു മനസാക്ഷിയിൽ നിന്നുണ്ടാവുന്ന ഒരു പ്രശ്നം തന്നെയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശരിയാണ്, ഇത്തരത്തിലുള്ള വികാരങ്ങൾക്ക് അടിപ്പെടാൻ പാടില്ല. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇത്തരത്തിലുള്ളൊരു സാഹചര്യത്തിലേക്ക് പോകാനുള്ള കാരണം രണ്ട് സംഭവങ്ങളാണ്. ഒന്ന്, ഏതാനും കഴിഞ്ഞ മാസം നടന്ന ഷൈനിയുടെയും മക്കളുടെയും മരണം, അതോടൊപ്പം തന്നെ ഇപ്പോൾ ഇന്നലെ നടന്ന ഈ ജിസ്മോളുടെയും മക്കളുടെയും മരണം. രണ്ടും മാനസികമായി അദ്ദേഹത്തെ തളർത്തി എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. ഇത്തരത്തിലുള്ള സംഭവങ്ങൾ അടിക്കടി കാണേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വികാരം, നിരന്തരം പരാതികളുമായി കുടുംബങ്ങൾ എത്താറുണ്ട്. നമുക്ക് അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. സാറേ, ഇതിപ്പം സ്ഥിരമായി നമ്മൾ പല പ്രശ്നങ്ങളും പരിഹരിക്കാറുള്ളതാണ്. ഒരുപക്ഷെ ഇങ്ങനെ ഒരു പരാതി നമുക്ക് നേരത്തെ എത്തിയിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കുമായിരുന്നു എന്നൊരു പോസ്റ്റാണല്ലോ സാർ ഇട്ടിരിക്കുന്നത്. തീർച്ചയായും. കാരണം അത് പറയാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ പോലീസ് സ്റ്റേഷൻ കോട്ടയം ജില്ലയിലെ തന്നെ ഏറ്റവും ഹെവി പോലീസ് സ്റ്റേഷനാണ്. 817 പരാതികളാണ് ജനുവരി 1 തൊട്ട് ഈ നിമിഷം വരെ, അതായത് ഈ ഏപ്രിൽ 16-ാം തീയതി വരെ ഇവിടെ റെസ്പെക്റ്റ് കൊടുത്തേക്കുന്ന പെറ്റീഷൻസ്. ഇതിൻ്റെ അകത്ത് പകുതി മേളിൽ 60% കുടുംബ പ്രശ്നങ്ങളാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ ഈ കുടുംബ പ്രശ്നങ്ങൾ ഇതുപോലെ വരുമ്പോൾ തന്നെ ഞങ്ങൾ അവരെയായിട്ട് വളരെ വ്യക്തമായിട്ട് ഇരു കൂട്ടരായിട്ട് സംസാരിച്ചുകൊണ്ട് ഈ പുരുഷന്മാർ, അതായത് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന കുടുംബ പ്രശ്നങ്ങളുള്ള ആൾക്കാരെ ഇവിടെ കൃത്യമായിട്ട് ബുക്ക് വെച്ച് ഒപ്പിടിക്കുകയും അത് വളരെ കൃത്യമായിട്ട് തന്നെ മോണിറ്റർ ചെയ്യുകയും ഈ കുടുംബ പ്രശ്നങ്ങൾ ഏകദേശം തീർന്നതിന് ശേഷം മാത്രമാണ് ഒപ്പിടിയിൽ നിർത്തുന്നത്. പിന്നെ അതുപോലെയാണ് ഞാൻ പറയാനുള്ള ഇപ്പോൾ പോസ്റ്റിലാണുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ഷൈനിയോ അല്ലെങ്കിൽ ഇന്നലെ സൂയിസൈഡ് ചെയ്ത ലേഡിയോ അവരാരെങ്കിലും പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വന്നൊന്ന് സംസാരിക്കുമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞങ്ങളെ കൊണ്ടാവുന്ന രീതിയിലുള്ള ഒരു സഹായവും അല്ലെങ്കിൽ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള നടപടി ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചേനെ എന്ന് വളരെ ആത്മവിശ്വാസത്തോടെ തന്നെയാണ് പറയുന്നത്. ഇപ്പോൾ ഇത് നിലവിൽ റണ്ണിങ്ങിലുള്ള ഒപ്പിടുന്നത് ബുക്കുകളാണ്. ഇത് എനിക്ക് തോന്നുന്നത് ഞങ്ങളിവിടെ ഒപ്പിടിച്ചില്ലായിരുന്നു. ഏറ്റുമാനൂരിലെ അമ്മയും മക്കളും ജീവനൊടുക്കിയ സംഭവത്തിലാണ് ഇപ്പോൾ ഒരു പ്രതികരണവുമായി SHO രംഗത്തെത്തിയിരിക്കുന്നത്.